ഗായ്സ്, അപ്പോൾ ഞാൻ പന്തീരങ്കാവിലേക്ക് പോവാണ്. ഇവിടെ ഒരു ലോറിയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബൈക്കിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പന്തീരങ്കാവ് പോയിട്ടാണ് വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ അവിടെ പോയി വണ്ടി എടുത്ത് നേരെ എറണാകുളം. ബാക്കി വിശേഷം ഞാൻ വണ്ടി എത്തിയിട്ട് പറഞ്ഞ ലോഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ. ഞാനിപ്പോൾ മാങ്കാവ് നിൽക്കുന്ന വേറൊരു ബസ് കയറി പോകണം. ഫുള്ള് ബ്ലോക്കാണ്. ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ അവിടെ ഇറങ്ങി അവിടെ ലോഡ് ആയിട്ട് എറണാകുളത്തേക്കാണ്, പറവൂർക്കാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ എത്തിയിട്ട് ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ സ്ഥലത്തെത്താനായിട്ടുണ്ട്. സ്റ്റോപ്പ് അറിയാത്തതിനെ കൊണ്ട് കുറച്ച് ലേശം ബാക്കിലായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിക്കാരൻ അവിടെ ഉണ്ട്. നമ്മളെ കൈകൊണ്ട് ആയൊക്കെ പറയുന്നു. ലേശം എപ്പുറത്തായിട്ട് ഫോണിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം കഴിച്ചിട്ടില്ല. ചെന്നിട്ടാണെങ്കിൽ കുടല് കത്തുക. കൂടെ വരുന്ന മറ്റേ ആരുമല്ല, നമ്മളൊരു അനിയൻകുട്ടനാണ്. മോനിവിടെ നേരത്തെ നമ്മളെ ഫ്രണ്ട് കമ്പനിക്കാരൻ്റെ കൂടെ നേരത്തെ അവിടെ എത്തിക്കും. അപ്പോൾ ഏകദേശം സ്ഥലത്തെത്താൻ അയ്യോ, സ്ഥലം മാറിപ്പോയി. ഇറങ്ങിയ സ്ഥലം മാറിപ്പോയി. വണ്ടിയൊക്കെ പറക്കുന്നു. ഇവനാണ് നമ്മളെ കുട്ടൂസൻ. ഒരു ഹായ് പറയും. ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത്. വണ്ടി ഇതല്ലേ നമ്മളെ വണ്ടി, ഡിസൈൻ. ഇതാണ് ഞങ്ങളെ വണ്ടി കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതാ. ഇപ്പോൾ പായൊന്നും കെട്ടിയില്ല. കുതിര പോലത്തെ ഒന്നും പായ് കെട്ടാൻ അറിയില്ല. അപ്പോൾ എത്രയും നേരം എന്നെ കാത്തു നിന്നതാ. ആ പിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ യാത്ര പോകാനുള്ള വണ്ടി ഏകദേശം റെഡിയാക്കി പായൊക്കെ കെട്ടി ആശാന്ത ഇറങ്ങുന്ന ഇതാണ് വണ്ടി ഡിസൈൻ. പായൊക്കെ അറിയുന്ന രീതിയിലാണ് കെട്ടിയിരിക്കും. വലിയ പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളത് ഓൺ ദ വേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഏകദേശം അവിടുന്ന് ലോഡ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ പറവൂർ കട പറവൂർക്കാണ് പോകേണ്ടത്. ഇവിടെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ കഴിച്ചിട്ടില്ല, മോനും കഴിച്ചിട്ടില്ല. കഴിച്ചോ? ഞാൻ തീരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ പോകുന്ന പോക്കിൽ എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വണ്ടി അത്യാവശ്യം ലോഡുണ്ട്. വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ അറിയാം. ഇതാണ് നമ്മുടെ വണ്ടിയിലെ കേബിളും കാര്യങ്ങളൊക്കെ. കമ്പനിക്കാരുടെ വണ്ടിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ബ്ലോക്കാണ് ഗായ്സ്. ബ്ലോക്ക് നല്ല രീതിയിലുള്ള ബ്ലോക്കാണ്. നമ്മൾ ബൈപ്പാസ് കൂടി കയറി വരികയാണ്. ഇപ്പോൾ വളാഞ്ചേരി ബ്ലോക്ക്, കോട്ടക്കൽ ബ്ലോക്ക് എല്ലാം ഒഴിവായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര സുന്ദരമാണ്, എത്ര അടിപൊളി ബ്ലോക്കും കാര്യമില്ലാണ്ട് നേരെ എത്ര കിലോമീറ്ററോളം കാണാൻ പറ്റും. കേട്ടോ, ഇത്രയും ലോങ് വരെ നമുക്ക് super സുന്ദരമായിട്ട് പോകാം. അപ്പോൾ ഇതിപ്പം വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല വീഡിയോ എടുക്കുന്നത്, നമ്മളെ അനിയൻകുട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇത്രയും ലെവലായിട്ട് ഞാൻ എടുത്തിട്ട് വെച്ചതാണ്. കാണിക്കണം. ഇത്രയും ലെവലായിട്ട്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്, അതായത് നമുക്ക് ലോങ് സൈറ്റ് വരെ അത്രയും ലെവലായിട്ട് കാണാം. പെയിൻറ്റ് റോഡ് എന്നൊക്കെ പറയും. അത്രയും ഒരുപാട് ബ്ലോക്കാണ് ഓർമ്മിട്ടില്ല. കോട്ടക്കൽ ബ്ലോക്ക്, വളാഞ്ചേരി ബ്ലോക്ക്, ആ കണ്ടമാനം ബ്ലോക്ക് ഒക്കെ ഒഴിവായി കിട്ടി. ഈ ഒരൊറ്റ ബൈപ്പാസ് ഒന്നിനു പോയി. നമുക്കിപ്പോൾ 6:30 ഇപ്പോൾ ശരിക്കും കോട്ടക്കൽ പാസ് ചെയ്തിട്ട് ഉണ്ടാവും. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ
ഇപ്പോൾ വളാഞ്ചേരി കഴിഞ്ഞു. വളാഞ്ചേരി കഴിയുമ്പോൾ കുറ്റിപ്പുറം എത്താനാവുന്നു. കുറ്റിപ്പുറത്തിന് ഇടയിൽ ഒന്ന് ചായ കുടിക്കാൻ നിർത്തണം. നമുക്ക് രണ്ടാക്കും വിശക്കുന്നുണ്ട്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ചായ കുടിച്ചതാണ്. ഉച്ചയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ചായ കുടിക്കുന്നതാണ്. ഗായ്സ്, നമ്മുടെ ഭാരതപ്പുഴ നമ്മളിപ്പോൾ ആ ഭാരതപ്പുഴ കൂടി ഇങ്ങനെ പോകുന്നു ഗായ്സ്. നല്ല മഴ, നല്ല കിടുക്കാച്ചി മഴ പെയ്യും. കിടുക്കാച്ചി ടയർ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഗായ്സ്, ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആശാണ് കേട്ടോ. അസിസ്റ്റന്റ് അപ്രന്റീസ് ചേട്ടാ, കട്ടൻ ചായ ഉണ്ടോ? 2 കട്ടൻ ചായ. ബ്ലാക്ക് ടീ എന്നൊക്കെ പറഞ്ഞു ചായ കുടിക്കാൻ കയറിയതാ നമ്മുടെ ഹോട്ടലിൽ കേട്ടോ. ഹോട്ടൽ ചായ വരട്ടെ. ചായ വന്നിട്ട് നമുക്ക് സമയത്ത് ചേട്ടൻ ചായ എടുക്കുന്നുണ്ട്. ചായ തൊട്ട് നല്ല ചൂട് പൊറോട്ട. ചൂട് പൊറോട്ട അവിടെ ആദ്യമായിട്ട് തുടങ്ങി. ഇപ്പോൾ തന്നെ ഇനി ഇവിടുന്ന് ഇനിയും പോകണം. 20 കിലോമീറ്റർ ഇനിയും പോകണം മുന്നോട്ട്. 20 കിലോമീറ്റർ. പുഷ്പ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ടോയ്ലറ്റിൽ പോയി. ചേട്ടാ, ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് എവിടാ? ഹോട്ടൽ ഇവിടെയും ടോയ്ലറ്റിൽ അപ്പുറത്ത് പോകണം. ഇത് പോയിട്ട് മൂത്രം വെച്ച് വരാം. മറ്റേ താന്തോന്നി പറയുന്നില്ലേ, രാവിലെ ചൂടോടെ കഴിക്കുന്നതും ഇതേ സാധനം, രാത്രി ചൂടാവാൻ കഴിക്കുന്നതും ഇതേ സാധനം. അതേമാതിരി പക്ഷേ ഞങ്ങൾ പല്ലൊക്കെ കഴിക്കുക കുറക്കൂക്കി അങ്ങ് എത്തിക്കും. കട്ടൻ ചായ എന്ന് പറഞ്ഞ് കയറിയതാണ്. ഇവരോട് എന്തായാലും പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടോ പൊറാട്ടോ. ഓരോ പൊറാട്ടയും ഒരു ചിക്കൻ കൊണ്ടാട്ടോ കഴിക്കാം. വിസ്മാറ്റ് ഒന്നിനി പാടെ പോയാൽ ചിലപ്പം കിടക്കുന്ന സ്ഥലത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ പറ്റി പോസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാധനപ്പോൾ ചൂട് പൊറാട്ട ചൂടുണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ എത്ര മണി വരെ ഉണ്ടാട്ടാ? അല്ല, 12 മണി വരെ ഇവിടെ ഉണ്ട്. ഹോട്ടൽ ബേക്ക് ആൻഡ് ഷേക്ക്. എന്താ എംടെണ്ണോ? ഗ്രൂപ്പ് എന്തില്ലേ ലോഡാന്ന് എന്തില്ലേ? കൊണ്ടോട്ടി ടു ബാംഗ്ലൂർ ഇങ്ങനെ പറയാനുണ്ട്. അതിലല്ല, അതല്ല ഇത് നമ്മളതാ 6 വീലിനല്ലേ? വടകരേന്ന് പൊള്ളാച്ചിക്ക്. നമ്മള് വന്നില്ല എന്തോന്ന് നേരത്തെ ഇതൊക്കെ ബാംഗ്ലൂർ ടു കൊച്ചി, ട്രിവാൻഡ്രം. ലോഡ് ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നത്തേക്കില്ല. കോയമ്പത്തൂർ ടു പെരുമ്പാവൂർ. നമുക്ക് ഇവിടുന്ന് കിട്ടണ്ടേ? ഇവിടുത്തെ ഒന്നുമില്ലല്ലോ. അങ്ങനെയിൽ വരണം. ഇല്ലെങ്കിൽ ഈ ഏത് ഏജൻറ്റുമാരൊക്കെ നമ്പർ ഉണ്ടാവും. അങ്ങനെ ഏജൻറ്റുമാരെ വിളിക്കുക. സോ റിസ്ക്കാണ്.
ഇനിയിപ്പോൾ ഇവിടെ അവിടെ എത്തിയിട്ട് നല്ല ഉറക്കം ഉറങ്ങി രാവിലെ ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് എങ്ങോട്ടാണെന്ന് അറിയില്ല. മഴ ആയണ്ട ഇല്ല ചിക്കൻ കൊണ്ടാട്ടോ പൊറാട്ട ഒരു കട്ടൻ കുടിക്കാന്ന് പറഞ്ഞ് കയറിയതാ. അതായത് ചിക്കൻ കൊണ്ടാട്ടോ പൊറാട്ടയും കഴിക്കാം. ഇതിൽ വെറും മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. കൊണ്ടാട്ടം നമുക്ക് ചേട്ടാ കുറച്ച് ഗ്രേവി വരുമോ? ഇതാക്കിയല്ലേ ഡി പി പൊളിക്കും. മോനോൻ്റെ ഓളെ ഫോട്ടോ ഡി പി ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ബാക്കിയാൽ മതി എന്തോന്നു ഫുഡ് കുഴപ്പമില്ല. ഫുഡ് അടിപൊളി ഫുഡാക്കാം. എന്തൊക്കെ പറഞ്ഞ എൻ്റെ അമ്മേൻ്റെ വീഡിയോയിലെ പൊറാട്ട വീഡിയോയിൽ അത്ര വരില്ല. പറഞ്ഞിട്ട് അവൻ്റെ അമ്മേൻ്റെ പീടിയുടെ പൊറാട്ട നേരത്തെ വരില്ലാണ്. കാരണം സാധാരണഗതിയിൽ ഞാനും ഒരു ഉദാഹരണം പറഞ്ഞില്ല, ഞാനും ജിസ്മോളും എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കയറിയാണെങ്കിൽ ഇപ്പം കണ്ടിവിടെ ആരുമില്ല. പിന്നെ ആളാങ്ങാവും. എന്തോ ഒരു രക്ഷയല്ല. നല്ല ഫുഡ് കേട്ടോ. അടിപൊളി പൊറാട്ട. സോഫ്റ്റ്, നല്ല സോഫ്റ്റ് പൊറാട്ട. ഒന്ന് ഫിനിഷ് ആക്കട്ടെ. ബൈ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇവിടെ എത്തി. സ്ഥലം ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിക്കില്ല. രണ്ടാളും റോട്ടുമേൽ നിൽക്കുകയാണ്. ഇപ്പോൾ സമയത്തിലടാ ഏകദേശം 12:50, 1 മണിയാവുന്നു. വണ്ടിക്കകത്ത് ലോഡും കാര്യങ്ങളുണ്ട്. ഏതാണ് കുടുംബാരോഗ്യ കേന്ദ്രം, കരുമാനൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ എങ്ങനെ നിർത്തിയിട്ട് കുത്തിരിക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങി നീക്കുമ്പോഴേക്ക് ഏകദേശം സ്ഥലത്തുള്ളവർ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഇപ്പോൾ സത്യം പറയാച്ചാൽ കട്ട പോസ്റ്റാണ്. എപ്പോഴാണ് ഒരു എടുക്കുക, എന്താണ് എടുക്കുക ഒന്നും അറിയില്ല. ഞങ്ങൾ പായ് കെട്ട് കേട്ടോ ഗൈസ്. ആരാ കെട്ടിയാ നോക്കണോ? ഇനി ഒരു ഉറക്കം എല്ലാം ഉറങ്ങാൻ കൊതു സമ്മതിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. നല്ല കൊതുണ്ടാവും. കോഴിക്കോട് ജില്ലയിലുള്ള ഞങ്ങൾ എറണാകുളം വന്നിട്ട് കൊതുവിൻ്റെ കടിയും കൊണ്ട് ഉറങ്ങാൻ പോവാ. ഇവിടെ ആകെ എന്താ വെച്ചാൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ വെളിച്ചമില്ലാത്ത സ്ഥലമായിരിക്കും. അപ്പോൾ വെളിച്ചമുള്ള സ്ഥലം നോക്കിയിട്ട് ഇരിക്കുക. കിടക്കല്ലടാ, എടുത്തതാ കിടന്നുറങ്ങുക. ഹലോ, ഗുഡ് മോർണിംഗ്. രണ്ടാളും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി അതാ കേട്ടോ കിടക്കുന്നു. ഇവിടെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നത് ഞങ്ങളെ വണ്ടിയാണ്. ഇപ്പോൾ രാവിലെയുള്ള പ്രഭാത കർമ്മങ്ങളൊക്കെ ആയിട്ട് ബാത്റൂമിലേക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ. ബാത്റൂമിലേക്ക് പോവുകയാണ്. രാവിലെയുള്ള കാര്യങ്ങളൊക്കെ കഴിയട്ടെ. ഓക്കെ, ഞങ്ങൾ രാവിലെ എത്തി. ഇതാ ഇപ്പോൾ ഗോഡൗണിലുള്ളത്. ഇതാണ് നമ്മളെ ഗോഡൗൺ. ഓഫീസിൽ ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് ഇനി വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ആൾക്കാർ വരണം. വെറുതെ വണ്ടി കുതിരിക്കുന്നത്. ഇനി ഇവിടുന്ന് എപ്പോഴാണ് കഴിച്ചിലാവുമെന്ന് അറിയില്ല. 11 മണിന്നാണ് പറഞ്ഞത്. 11 മണിക്ക് ഇറക്കി അടുത്ത ലോഡ് കിട്ടിയിട്ട് വേണം നാട്ടിലേക്ക് വരാൻ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. വലിയ ഇതാണ്. ഇവിടെ അടുത്താന്ന് തോന്നുന്നു എയർപോർട്ട്. നേരത്തെ ഫ്ലൈറ്റ് മോൾ കൂടി ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് കണ്ടു. ലാൻഡ് ചെയ്യുന്നല്ല, പോകുന്നത് കണ്ടു.
സമയം എത്രയായി? 8:30 ആയിട്ടുള്ളൂ. ഇനിയും 2-3 മണിക്കൂറുണ്ട്. മോനെ ചായ ഒക്കെ കുടിക്കണ്ടേ? ചായ കുടിക്കണം. അതിന് മുമ്പ് ഒന്ന് കുളി പാസ്സാക്കണം എന്നൊരിതുണ്ട്. രാവിലെ കുളിക്കാതിരുന്ന എന്തോ പോലെയാ. ഇവിടെ കോമൺ ബാത്റൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സെക്യൂരിറ്റി ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ ബില്ലൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. ശരി, അവിടെ പുറത്ത് ബാത്റൂം അങ്ങനെ ഉണ്ടോ? ആ, കുളിക്കാൻ പറ്റുമോ? ആ, അപ്പോൾ ഗൈസ് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞ്. എവിടെയാണെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാക്കിങ്. ഇതൊക്കെ ഗോഡൗണിൽ പെട്ടതാട്ടോ. നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ്. കുറേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം ഏരിയ അല്ലെന്ന് കറക്റ്റ് അറിയുന്നില്ല. ഇത് ടോപ്പ് മോസ്റ്റ് എൻ്റർപ്രൈസിൻ്റെ എന്തോ കമ്പനിയാണ് തോന്നുന്നു. ആ, ബാത്റൂം അവസാനം കണ്ടു ഗൈസ്. വന്ന് നോക്കിയിട്ട് കുളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ. ഓ, വളരെ ദുരിതമാണ് ഗൈസ്. അപ്പോൾ കുറച്ച് വേണ്ടിയാണ് കുളിയൊക്കെ കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖത്തറിൻ്റെ വണ്ടിയാട്ടോ. ഖത്തർ കണ്ടടാ, പ്ലെയിന് പോകുന്നുണ്ടോ? പ്ലെയിൻ ഒരു ലോഡ് ഇറക്കാൻ വന്ന വണ്ടിയാണ്. കണ്ടോ ഗൈസ്, ടയറും ബസ്സിന് ടയറും എല്ലാവിധ ടയറും കാര്യങ്ങളും അങ്ങനെ ഗോഡാവണം കേട്ടത്. കഴിഞ്ഞ് ചായ കുടിക്കാൻ പോവാം. അടുത്തൊരു ഹോട്ടലുണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ആശാമ്പാക്കിൽ കേട്ടോ. മാടാ ഫുള്ള് ചളി പുള്ളി കാണില്ല. വണ്ടി വരുന്നതിൻ്റെ ചളി പിടിക്ക്. ഇവിടെ ചായ അടിച്ച് വരുമ്പോഴേക്കും ലോഡിറക്കോ? ലേറ്റ് ആവുമോ? വലിയ ഗോഡാണ് കേട്ടത്. ഇവിടുന്ന് കുറേ ലോഡ് കയറ്റാനും ഇതാക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ചായ കുടിക്കാൻ ആ സ്ഥലത്ത് നിഷാൻ ബാക്കിൽ ഫോണും വിളിച്ച് വരിക. ചായ കുടിക്കാൻ നടന്നു പോവാറ്. ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് പറവൂർ കരുമാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണ് MRFൻ്റെ ഗോഡൗൺ വരുന്നത്. പിന്നെ ഇതിലൂടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ KSRTC മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് വണ്ടി ഒറ്റയൊന്നും ഈ റൂട്ടിലില്ല. ഒറ്റ പ്രൈവറ്റ് വണ്ടി ഈ റൂട്ടിലില്ല. നമ്മളിതിനെ ആദ്യം നോക്കുക ബസ്സാണല്ലോ. രാവിലെ നിർത്തിയ സ്ഥലത്ത് നിന്ന് KSRTC എനിക്ക് തോന്നുന്നൊരു 2 മിനിറ്റ് ക്യാബിൽ ദൂരാന്ന് ബസ്. ആലുവയ്ക്ക്, പറവൂർക്ക്, നോർത്ത് പറവൂർക്കൊക്കെ പറഞ്ഞിട്ട് കുറേ ബസ്. അപ്പോൾ അവിടെയുള്ള പീഡിയ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് മൂപ്പര് പറയുന്നത് ഇവിടെ പ്രൈവറ്റ് ബസ്സില്ല, KSRTC മാത്രമേ. ചായ അടിക്കാൻ പോവാണ്. ചായ അടിക്കുമ്പോൾ കാണാം. അതാണ് ഗൈസ്, ഞങ്ങൾ ഹോട്ടലിലെത്തി. ആനച്ചാൽ ഐല്യം ഹോട്ടൽ. ചിലവ് പൈസ ചേരാൻ പറ. എത്രന്ന്? എത്ര? 1000.
1000 തീർന്നു. 210. ഗൈസ് സ്ഥലമില്ല ഗൈസ് ഇവിടെ. ചായ കുടിക്കാൻ സ്ഥലമില്ല. ഒരു ഹോട്ടലിൽ വന്നിട്ട് 5 മിനിറ്റ് കൂടുതൽ നമ്മളാരും കാണുന്നില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് വന്ന ഏട്ടനൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക, നമ്മളാർക്കും പിടിക്കുന്നില്ല. അപ്പോൾ എന്താ എല്ലാവരും ചോദിക്കാൻ പോകുന്ന സ്ഥലത്താണ് നല്ല തിരക്കെടുക്കുക. പൊറോട്ട പുട്ട്, ദോശ, മസാല ദോശ, പൊറോട്ട. ഞാൻ പൊറോട്ടയ്ക്ക് പൊറോട്ട കറിയുന്നല്ലേ? പൊരിച്ചെന്നല്ലേ? പൊരിച്ചെന്നെ മീൻ പൊരിച്ചതല്ല. എന്തൊക്കെ കറി? ഒരു മീൻ കറി മീനുള്ള ചിക്കൻ തന്നെ. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റ് ഉണ്ടോ? എന്ത് രസമാണ് കാണാൻ. എന്ത് വെളുപ്പായില്. ചിക്കൻ റോസ്റ്റ് ഉണ്ടോ? 2 റോസ്റ്റ് എടുക്കാനാ? 2 റോസ്റ്റ് എടുത്തോ. 500 ഞാൻ തന്നില്ലേ? അതിന് നമ്മളെ ഇതൊക്കെ കഴിഞ്ഞിട്ടാവുമല്ലോ, ചോറിൻ്റെ നോക്കാം. 500 ആകുമ്പോൾ തന്നില്ലേ? പിന്നെ കൂട്ടിയാൽ കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ അതിന്റെ ബാക്കിയുള്ള മറ്റേ പൈസ ചൂട് പൊറോട്ട കേട്ടോ. നരച്ചു ഗൈസ്. ഒളിപ്പിച്ചു വെക്കട്ടെ, ഒളിപ്പിച്ചു വെക്കട്ടെ. ചിക്കൻ റോസ്റ്റ് വരാൻ വേണ്ടി കാത്തില്ല. ചിക്കൻ റോസ്റ്റ് വന്നില്ല. ചിക്കൻ റോസ്റ്റ് വന്നു. ഇതിൻ്റെ അടിപൊളിയാന്ന് തോന്നുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചായ, കാപ്പി? ലൈറ്റ് കാപ്പി. ലൈറ്റ് കാപ്പി, കാപ്പി. കാണാൻ പൊളിയാക്കി. ഇന്നത്തേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലേ? ടൈം വന്നു ഗൈസ്. പൊക്കം
ആ വണ്ടിയകത്തൊരു ബില്ലില്ല ഞാൻ എടുത്തോ എന്തോ ഇല്ല ബില്ല് വണ്ടിയകത്ത് വേറെ സാധനം പേപ്പർ അതും എടുത്തോ വെറുതെ അത് വേണമെങ്കിലോ അത് ഇന്നലെ അവിടെ കൊടുത്തിക്കല്ലോ വന്ന ബില്ല് ഇന്നലെ അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് സെക്യൂരിറ്റിൻ്റെ അടുത്ത് ആ ഇത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയപ്പോൾ അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാനല്ലേ ഇത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാനല്ലേ രാവിലെ കടലും മരണപ്പണിയാണ് കയ്യൊക്കെ പൊക്കള പൊട്ടി ഒന്ന് പൊട്ടി ഞാനിങ്ങനെ മേലെ വായിട്ടിങ്ങനെ പഠിച്ചോളിട്ടോ ബൈ ബൈ ഗൈസ് ഡോക്ടർമാർ ടയർ കൊണ്ടുവന്നൊരു പ്രത്യേകത നോക്കിയേ കണ്ടില്ല 2, 4, 6, 8, 10 ടയർ ആൾ അട്ടിക്ക് വെച്ചിട്ടുണ്ടല്ലേ അട്ടിക്കല്ല ലൈനായിട്ട് വെച്ച് 10, 12 എണ്ണായി ഒരു ചേട്ടപ്പ് വരും മറ്റേ ചേട്ടൻ കൊണ്ടുവന്ന് ചേട്ടൻ കൊണ്ടുവന്നില്ല മറ്റേ ചേട്ടൻ ഈ ചേട്ടൻ കേട്ടോ ഈ ചേട്ടൻ കൊണ്ടുവന്ന് കാണണം അതെന്ന് ചേട്ടൻ ഈ ചേട്ടൻ കൊണ്ടുവന്ന് കാണണം ഗൈസ് വണ്ടിക്ക് ഒരു വാണിജ്യം കത്തിയിട്ട് ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുക ടാറ്റേൻ്റെ കമ്പനിയിൽ പോയിട്ടൊന്ന് കാണിക്കണം ചെക്ക് ചെയ്യണം ഇവിടെ ഫുള്ള് വണ്ടിയാട്ടോ ടാറ്റേൻ്റെ ഫുള്ള് വണ്ടീസാണ് ഈ കിടക്കുന്നത് എടുക്കാൻ മറന്നു അതുകൊണ്ട് ഞാൻ കമ്പനി ഉള്ളിലേക്ക് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നത് ചെന്ന് ചോദിച്ചോക്കടാ ഞങ്ങളിവിടെ വന്നു അപ്പോൾ 2 മണിക്ക് ശേഷം പറ്റി നോക്കുമെന്ന് പറഞ്ഞില്ലേ വണ്ടിയിൽ കംപ്ലൈൻറ്റ് നോക്കുക ഒരു ബേസിൽ നിന്ന് പറഞ്ഞ ആളെ തപ്പി ഇറങ്ങിയതാണ് ഓഫീസിലുണ്ടാവും പറഞ്ഞു ഓഫീസ് ആ ഗൈസ് അങ്ങനെ ഒടുവിലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ് അപ്പോൾ ഞങ്ങൾ വന്നപ്പം ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററി ഡൗൺ ആണെന്നാണ് പറഞ്ഞത് ഒരു 3-3.5 മണിക്കൂറായിട്ടുണ്ട് വണ്ടി ഇവിടെ സ്റ്റാർട്ടിങ് ഇട്ടിട്ട് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളൂ ഈ സെൻസറിൻ്റെ ഇതറിയാലോ ചെറിയ എന്തോ ഒരു മിസ്സിങ് എന്തോ ഒരു പ്രശ്നമാണ് അതിനാണ് ഇവിടെ നിന്നിട്ട് ഇതാ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്
ബ്ലൂവിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം മാറ്റി. ഗിയർ ബോക്സിൻ്റെ ഹായ് ഗായ്സ്, 1 second. ഞങ്ങൾ വണ്ടി പൊന്തിച്ച് വെച്ചിരിക്കുക. എന്തോ ഒരു ആ സാമഗ്രി പോയിട്ടുണ്ട്. കമ്പനിയുടെ സ്വത്താണ്, അതാണ്ട് മൂന്നാറുള്ളല്ലോ മൈവേ. ഇഷ്ടംപോലെ വണ്ടി എനിക്ക് അതാന്ന് തോന്നുന്നു പ്രശ്നം. അപ്പം അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെല്ലെ ആലുവ പോകണം. ആലുവയിൽ നിന്ന് ലോഡ് എടുക്കണം. ആലുവത്തെ ലോഡ് എങ്ങോട്ടാണെന്ന് അറിയില്ല. ആലുവയിൽ പോയിട്ട് ബാക്കിയുള്ളത് പറയാം കേട്ടോ.